ഇടുക്കിയിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് അംഗീകൃത ഷൂട്ടർമാരെ കിട്ടാനില്ല. വിമുക്ത ഭടന്മാർക്കും പോലീസിൽ നിന്ന് വിരമിച്ചവർക്കും രാത്രികാലങ്ങളിൽ പന്നിയെ വെടിവെക്കാനും മുഴുവൻ സമയം ജോലി ചെയ്യാനും വിമുഖത. ഷൂട്ടർമാർക്കുള്ള പ്രതിഫലം അനുവദിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മടി കാണിച്ചതും തിരിച്ചടിയായി. വനം വകുപ്പ് നിയമസഭയിൽ നൽകിയ കണക്കനുസരിച്ച് 92 നിയമസഭാ മണ്ഡലങ്ങളിലായി 420 പാനൽ ഷൂട്ടർമാരുണ്ട്. ഇടുക്കിയിൽ 58 പേരാണുള്ളത്. ഇവരിൽ പലരും വിമുക്ത ഭടന്മാരും പോലീസിൽ നിന്ന് വിരമിച്ചവരുമാണ്. രാത്രി കാട്ടുപന്നി വെടിവെക്കാനുള്ള ദൗത്യത്തിൽ ചേരാൻ ഇവരിൽ പലർക്കും മടിയാണ്. അതേസമയം കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന അംഗീകൃത ഷൂട്ടർമാർക്കുള്ള ഓണറേറിയം 1000 രൂപയിൽ നിന്ന് 1500 രൂപയായി ഉയർത്തിയിട്ടും ജോലി ചെയ്യാൻ പലരും തയ്യാറാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ചൂണ്ടിക്കാണിക്കുന്നു. പന്നിയെ കൃഷിനാശം ഉണ്ടാക്കുന്ന മനുഷ്യനെ ആക്രമിക്കുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനെ അത്തരത്തിൽ കൊല്ലുന്നതിനാവശ്യമായ ഷൂട്ടർമാരുടെ ലഭ്യതയിലുള്ള കുറവ് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. ഒന്ന്, റിട്ടയർഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സൈന്യ ഉദ്യോഗസ്ഥന്മാരുടെ സേവനമാണ് നമുക്കിതിനകത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. അവർക്കാണ് തോക്കിന് ലൈസൻസ് ഉള്ളത്, ഇത് ചെയ്യാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ച്, റിട്ടയർഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ രാത്രിയിൽ ഈ വന്യമൃഗങ്ങളെ കാത്തിരുന്ന് വെടിവെച്ചു കൊല്ലാനോ അതിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ, ചെറിയ റെമ്യൂണറേഷൻ വാങ്ങിക്കാൻ അവരാരും തയ്യാറാവത്തില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന മലയോര മേഖലയെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 4663 കാട്ടുപന്നികളെയാണ് കേരളത്തിൽ വെടിവെച്ചു കൊന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.